ഹായ് ഫ്രണ്ട്സ്, റെൻ്റെ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ കുറേ ആളുകൾ, അതായത് നമ്മളൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറയാമെന്ന് പറഞ്ഞിരുന്നു മുമ്പ്. നമ്മൾ എന്താണ് റെൻ്റെ ഹോം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേര് സ്വീകരിച്ചു എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അന്ന് ഒരു 1-2 പേര് ചോദിച്ചിട്ട് അത് നിർത്തി. പിന്നെ അവരാരും അതിനെ പറ്റി ഒന്നും ചോദിച്ചൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇനി ആരെങ്കിലും കൂടുതലായിട്ട് ചോദിക്കട്ടെ, അപ്പോൾ പറയാം. അത് കേൾക്കാൻ കുറച്ച് ആളുകൾ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈവിൽ വന്നപ്പോഴും പിന്നെ അതുപോലെ നമ്മുടെ ചില വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകളിലും ഒക്കെ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു പേര് സ്വീകരിച്ചത്, എന്താണ് അങ്ങനെ ഒരു പേരിന് കാരണം? അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ കുറേ പേരുകൾ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്തിട്ട് അത് നമ്മളതിൽ ആഡ് ചെയ്ത് നോക്കി. അപ്പോൾ അതിലൊക്കെ ഓരോ ചാനലുകളുണ്ട്, പേരുകളുണ്ട്. അപ്പോൾ എന്നാൽ ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പേര് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെൻ്റെ ഹോം എന്നുള്ള പേര് കണ്ടെത്തുന്നത്. ഈ റെൻ്റെ ഹോം എന്നുള്ള പേര് വരാൻ എന്താ പറയുക, ഒരു വലിയ കഥ അതിൻ്റെ പുറകിലുണ്ട്. വേറൊന്നുമല്ല, എങ്ങനെ പറയണമെന്നറിയോ, അത് എൻ്റെ അച്ഛൻ തിരുവനന്തപുരമാണ് സ്ഥലം. അച്ഛൻ ഇവിടെ മലപ്പുറത്ത് വന്ന് ഇവിടെ വിവാഹം കഴിച്ച് ഇവിടെ കൂടിയ ആളാണ്. അതുപോലെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ ഞങ്ങളുടെ ലൈഫിൽ, ഞങ്ങളുടെ ആ ഒരു ഫാമിലിയിൽ എന്താ പറയുക, ഇത്രയും വർഷം പിന്നെ ഇങ്ങനൊരു റെന്റിന് താമസിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനാണ്. അതെൻ്റെ എൻ്റെ അവകാശമാണത്, എൻ്റെ ഒരു യോഗമാണത്. എന്താ പറയാ, ഈ വാടകയ്ക്ക് താമസിക്കുക എന്ന് പറയുന്നത്. ചില്ലായിട്ട് പറയും. അപ്പോൾ സങ്കടമൊന്നുമില്ല കേട്ടോ, സങ്കടമൊന്നുമില്ല. കാരണം സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി വായിച്ചു. എൻ്റെ അതേ സംഭവം ആരോ ഒരാൾ എഴുതി വിട്ടിട്ടുണ്ട്. എൻ്റെ അതേ അനുഭവങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ചെറിയ എന്താ പറയുക, വാക്കുകളുടെ സംസാരങ്ങളുടെ ചെറിയ മാറ്റങ്ങൾ, ബാക്കിയൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ അച്ഛൻ ഇവിടെ വന്ന സമയത്താണെങ്കിലും പിന്നെ അമ്മയുടെ കുടുംബത്തിൽ നിന്നാണെങ്കിലും ഒക്കെ പിന്നെ അവർക്കാർക്കും ഇതുപോലെ ഇത്രയും വർഷം, 1-2 വർഷമല്ല, എത്ര വർഷമാണ്? 14 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക്, 13 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. മനസ്സിലായില്ലേ? ആ 13 വർഷത്തിനിടയിൽ ഞങ്ങളിപ്പോൾ ഒരു എത്ര കൂടുമാറ്റം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു വീട് വിട്ട് അടുത്ത വീട്ടിലേക്ക് എന്നുള്ളത് 1, 2, 3, 4, 5 അല്ലേ, 6ാമത്തെ കൂട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. ഇതിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറും. അപ്പോൾ എന്താ പറയുക, മോള് വലുതായി. പിന്നെ അങ്ങനെ ഒരുപാട് എന്താ പറയുക, ടെൻഷൻ കാര്യങ്ങളൊക്കെ നിറഞ്ഞ ക്വാർട്ടേഴ്സിലായിരുന്നു. ഇപ്പോൾ 2-3 മൂന്നാമത്തെ വീടാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഈ വാടക ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പകുതി എന്ന് പറയുന്നത് വാടകയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഞങ്ങളുടെ ലൈഫിന് ഏറ്റവും ചേരുന്ന വാക്ക് എന്ന് പറയുന്നത് ഒരു വാടക വീട് എന്നുള്ളത് തന്നെയാണ്. ചില ആളുകൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ വാടകയ്ക്ക് വീട് കൊടുക്കുന്നവരാണോ, നിങ്ങളെടുത്ത് വാടകയ്ക്ക് വീട് കൊടുക്കാനുണ്ടോ, അതുകൊണ്ടാണോ ഇങ്ങനത്തെ പേര്, അതിനുള്ളൊരു പരസ്യമാണോ ഈ ചാനൽ, അങ്ങനെയൊക്കെ ചോദിച്ച ആളുകളുണ്ട്. അതൊന്നുമല്ല, ഞങ്ങളുടെ ലൈഫിൻ്റെ, എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വലിയ പങ്കും ഞങ്ങൾ ചിലവാക്കുന്നത് വാടക കൊടുക്കാനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു പിന്നെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഓർമ്മ, ഇനിയിപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥലമോ വീടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഈ പേര് മാറ്റുന്നൊന്നും പറയുന്നില്ല. അന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഈ പേര് ഒരിക്കലും ഞങ്ങൾ ചേഞ്ച് ചെയ്യില്ല. വേറൊരു ചാനൽ വേണമെങ്കിൽ തുടങ്ങാം എന്നല്ലാതെ ഈ പേര് മാറ്റിയിട്ട് നമ്മൾ പിന്നെ ഒരു കളിയില്ല. കാരണം അത് വന്ന വഴി മറക്കലാവും. ഇപ്പോഴും ഞങ്ങൾ എന്താ പറയുക, ഒരുപാട് പിന്നെ പ്രതിസന്ധികൾക്ക് മുന്നിലാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു ആത്മാർത്ഥ സുഹൃത്ത്, ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട്, നമ്മുടെ ഒരു പിന്നെ എന്താ പറയുക, നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ പിന്നെ വേണ്ടതുപോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഉറപ്പ്, അങ്ങനത്തെ പിന്നെ വാഗ്ദാനങ്ങളുടെ മുന്നിലാണ് ഞങ്ങൾ പിന്നെ ജീവിക്കുന്നത്. അത് പിന്നെ സംഭവിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ ജീവിതം. അപ്പോൾ അത്രയും വഴിമുട്ടി പണം തന്ന് സഹായിക്കാൻ നല്ലട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ തീരാനുള്ള ഒരു ജോബ്, അത് തരാന്നാ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ല? പിന്നെ പണം തരാം, അത് ചെയ്യാം, ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ തരുന്ന ഒരുപാട് ആളുകൾ വന്നിരുന്നു. അത് ശരിക്കും എന്താ അറിയോ, ഇപ്പൊ ഞങ്ങളെ പറ്റിച്ചെന്നുള്ളത് കൊണ്ട് പറയല്ല, ഇപ്പൊ നമ്മളെ പോലുള്ള ആളുകളെ ഒരു മുതലെടുപ്പാണത്. കാരണം ഇപ്പൊ ഇത് ചെയ്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടുള്ളൊരു ഉപദേശമായിട്ട് കണ്ടാൽ മതി. കാരണം ഒരിക്കലും ഒരാളെ പറഞ്ഞ് പറ്റിക്കരുത്. നമ്മള് എന്താ പറയാ, ഞാൻ ഇന്നലെ പറഞ്ഞുള്ളൂ, അതായത് മൂക്കറ്റം വെള്ളത്തിൽ നിൽക്കുകയാണ് നമ്മള്.
ആ മൂക്കറ്റം വെള്ളത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു പിന്നെ കയറോ അല്ലെങ്കിൽ ഒരു വള്ളി ഇട്ട് തരികയാണ് പിടിക്കാൻ വേണ്ടിയിട്ട്, പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അങ്ങേ അറ്റം അവിടെ എവിടെയും ചുറ്റി പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ആ മുങ്ങി താഴാൻ പോകുമ്പോൾ നമ്മൾ കിട്ടുന്ന എന്താ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് അത് പിടിക്കുകയാണ്. പക്ഷെ പിടിച്ചിട്ട് അവര് ഒന്നുകൊണ്ട് ഉയർത്തിയിട്ട് പിന്നെ അതിലും താഴേക്കാണ് കുത്തി ഇറക്കുകയാണ് അവര്. അതെ, അതിൽ കാരണം അത് നമ്മളോട് നമ്മളെ അത്രയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത്രയും എന്താ പറയാ ആത്മാർത്ഥത നമ്മളോട് കാണിക്കുന്ന ആളുകൾ നമ്മളോട് അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടാവും. കാരണം ഞങ്ങൾ 2 ദിവസം നല്ലോണം ആ ഒരു ഫീലിലായിരുന്നു. ഇപ്പോഴും ഏകദേശം അത് മാറിയിട്ടില്ല. പിന്നീട് അവർ നമ്മളെ ബ്ലോക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യമേ നമ്മൾ അങ്ങോട്ട് ഒന്നും ചോദിച്ചിട്ടല്ല അവരിങ്ങോട്ട് നമ്മളോട് എന്ത് ചെയ്യണത്, അത് ചെയ്യാൻ നമ്മുടെ പ്രശ്നങ്ങൾ അറിയുമ്പോഴായി. അപ്പം നമ്മൾ എന്താ വിചാരിക്കുക, ഞങ്ങൾ ആരോടും എന്താ കടമായിട്ട് വേണമെന്ന് പറയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് സഹായിക്കാന്ന് പറഞ്ഞാലും തിരിച്ചു കൊടുക്കാന്ന്. അത് ഞങ്ങളുടെ ഒരുപാട് വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കാണുന്നവർക്ക്. അപ്പോൾ ഒരു 10 രൂപ പോലും ഇങ്ങോട്ട് തന്നാൽ അത് അങ്ങോട്ട് തിരിച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു വലിയ എമൗണ്ട് പിന്നെ കടമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ട് ഞങ്ങളുടെ മുന്നിൽ ഒരു പ്രതിബന്ധമായിട്ട് ബാധ്യതയായിട്ട് നിൽക്കുന്നുണ്ട്, അതും ഞങ്ങൾ എന്താ പറയുക വെച്ചാൽ അത് വീട്ടാനുള്ളൊരു എമൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞങ്ങൾ മന്ത്ലി ഇപ്പം ഞങ്ങളൊരു 10 അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 5 അടച്ചിട്ട് ഞങ്ങൾ സാവധാനം വീട്ടിൽ തരാം എന്നാണ് പറയാറ്. ഒരാളോടും നമ്മൾ എന്ത് ചെയ്യാറില്ല, നിങ്ങളത് നിങ്ങളിത് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് നമ്മളോട് ഓരോ കാര്യങ്ങളും ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ നമ്മളും ഒന്ന് പ്രതീക്ഷിക്കും. കാരണം നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ് എന്നൊരു പ്രതീക്ഷ ഉണ്ടാവും നമുക്ക്. ആ പ്രതീക്ഷ ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ കുട്ടികളോടും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവങ്ങളാണ്. അവർക്ക് ഭക്ഷണ കാര്യങ്ങളൊക്കെ അവരോട് വിളിച്ച് എന്താ വേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നീട് അവർ പറ്റിക്കുന്ന. കാരണം നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കാനില്ല, പറ്റുന്ന പോലെ നമ്മൾ എന്നാലും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ നമ്മുടെ മക്കളോട് സംസാരിച്ച് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് പിന്നീട് നമ്മുടെ മക്കൾ വെയിറ്റിങ്ങിലാണ്. അവർ ഇന്ന് വരും നാളെ വരും എന്നുള്ള വെയിറ്റിങ്ങിലാണ്. പിന്നീടാണ് അറിയുന്നത് അവർ പിന്നെ നമ്മുടെ തേച്ചിട്ട് പോയി എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഭയങ്കര ഞങ്ങളോട് ചെയ്തു വേറൊരാളോടും ചെയ്യരുത്. 1 രൂപ നമുക്ക് കൊടുക്കാനില്ലെങ്കിൽ അതില്ലാത്ത പോലെ നിന്നാൽ മതി. അതെ, നമ്മളെന്താ അറിയോ, ഞങ്ങളുടെ നാട്ടിൽ പറയും വല്യട്ടിത്തരം പറയാന്ന് പറയാം. അതായത് ഞാൻ എന്തോ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് വീമ്പ് പറയാ. അങ്ങനെ വീമ്പ് പറഞ്ഞിട്ട് എന്തിനാ വെറുതെ ഈ പാവങ്ങളുടെ കണ്ണീര് വാങ്ങണത്? കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അവസ്ഥ. അതേപോലെ ഇതുപോലെ ഞങ്ങളെ പോലെ വാഗ്ദാനങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ ഞങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ പാവങ്ങളായിട്ടുള്ള ആളുകളോട് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. പിന്നീട് അത് കിട്ടില്ല എന്നുള്ളതിനുള്ള ദേഷ്യം കൊണ്ട് പറയല്ല കേട്ടോ. ഇനി ചിലപ്പോൾ ഇത് ഞങ്ങളുടെ സങ്കടമാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഒരു പറ്റിക്കപ്പെട്ടതിലുള്ള ഒരു സങ്കടം ഉണ്ടല്ലോ. അതായത് നമ്മളെ അത്രയും സ്നേഹിച്ച് നമ്മൾ അങ്ങോട്ടും അത്രയും സ്നേഹിച്ച് പിന്നെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ, പിന്നെ നമുക്ക് അല്ല അവരത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നില്ല, ഒന്നും ചോദിച്ചിട്ടില്ല, ഒന്നും അവരായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇത്ര അത് ഇത് എന്തിനാ ഞാൻ പറയണേ, അത് പറയണ്ട. കാരണം ഞാനന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി അത് സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോടും കൂടി ഞാൻ ചെയ്യുന്ന ഒരു ചതിയാവുമായിരുന്നു, ഞാൻ ചെയ്യുന്ന ചതിയാവുമായിരുന്നു. അത്രയ്ക്കും കാര്യങ്ങൾ അവർ ചെയ്തു തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ ഇന്ന് വരാം നാളെ വരാം, അല്ലെങ്കിൽ ഇന്ന് ചെയ്യാം നാളെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് പിന്നെ എന്താ പറയുക എത്ര എമൗണ്ട് ഇതുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിലായിരിക്കും അവരറിയാം. ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛനോടോ അമ്മോടോ അനിയന്മാരോടോ ഇനിയിപ്പോൾ ഞാൻ എന്തും പറയുന്നത് എൻ്റെ നാത്തൂനോടാണ്. അവളോട് പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. കാരണം നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ലായിരുന്നു ആളെ. എന്താന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും ആളിങ്ങനെ കളം മാറ്റി ചവിട്ടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇല്ല ഇത് നമുക്ക് യോജിച്ചതല്ല എന്നുള്ളത്. ഇപ്പം അത് പൂർണ്ണമായിട്ടും ആളെന്നെ എന്ത് ചെയ്തു, തെളിയിച്ചു തന്നു. അപ്പോൾ ഒരിക്കലും ഒരാളെയും പറ്റിക്കരുത്. കാരണം ഉള്ളവർക്ക് അതിന്റെ വില അറിയില്ല. ഒരു അപേക്ഷയാണ്. അതായത് വേറൊന്നല്ല, നമ്മുടെ അടുത്ത് ഒരു 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് നമ്മുടെ എല്ലാ ചിലവും കഴിഞ്ഞ് നമുക്ക് അതായത് പിന്നെ എന്താ പറയുക, ആർക്കെങ്കിലും കൊടുത്താലും കുഴപ്പമില്ലാത്തൊരു 10 രൂപ ഉണ്ടെങ്കിൽ പോലും ഒരാളോട് നമ്മൾ പറയുകയാണ്, അയാൾക്ക് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം അയാൾക്കൊരു വാഗ്ദാനം കൊടുത്താൽ മതി. അതിനി 10 രൂപ ഞാൻ ഉദ്ദേശിച്ചത് വെറും 10 രൂപയാണ്, 10,000 അല്ല ഞാൻ പറയുന്നത്, 10 രൂപയാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടികളോട് ഒരാളും പറയരുത്. കുട്ടികളൊക്കെ അവരൊക്കെ എത്ര സന്തോഷിച്ചിരുന്നു. നമുക്ക് എന്ത് ഫുഡാണ് വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനത്തെ വസ്ത്രം എന്താ കഴിക്കുക, അങ്ങനെ പിന്നെ ഒക്കെ ചോദിച്ചറിഞ്ഞിട്ട്
ഈ വഴിക്ക് വന്നില്ല. ഞാനെന്തോ ഭാഗ്യത്തിന് പിന്നെ പണി ലീവാക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ ആള്. പണിക്ക് പൊക്കോളൂ പറയാൻ എന്താ വെച്ചാൽ അപ്പൊ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുള്ളതുകൊണ്ടാണ്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നു. 2-3 ദിവസം നമ്മൾ റെഡി ആയിട്ട് അവര് വരും എന്നുള്ള ഒരു പ്രതീക്ഷയില്. പിന്നെന്താ വെച്ചാല് വേറെ സംഭവം ഉണ്ട്. ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഒന്നും അനുഭവങ്ങളില്ല, കൂടുതൽ പരിചയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, പൊട്ടക്കടലിലെ തവളാന്ന് പറയല്ലേ, അതൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങൾ അങ്ങനത്തെ ആളുകളല്ല. നമ്മൾ എന്താ പറയുക, ഒരാളെ അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാനുണ്ട്, പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ചിലപ്പോൾ അത് വീഡിയോ കാണുന്നവരോ ഓലിപ്പോ ഞങ്ങൾക്ക് പറയും. പക്ഷെ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത്. പക്ഷെ ഞങ്ങളെ അറിയുന്ന ആളുകൾക്ക് അറിയാം, ഞങ്ങളുടെ കയ്യിൽ ആ ക്യാഷ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ആ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് നട്ടപ്പാതിരിക്കാണെന്നുണ്ടെങ്കിലും അവരെ വിളിച്ചത് കൊടുക്കും എന്നുള്ളത് അവർക്കറിയാം. ഒരാൾക്കും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, പറ്റിച്ച് മുങ്ങി നടക്കണില്ല. എല്ലാവരും വിളിക്കുമ്പോൾ എന്താ പറയുക, അതിനുള്ള കാര്യം പറയാനില്ല. നമുക്ക് അവരിങ്ങനെ ഡെയിലി വിളിക്കുമ്പോൾ അവരോട് എന്തെങ്കിലും മറുപടി പറയാൻ വേണ്ടേ, നമ്മുടെ കയ്യിലായെങ്കിലല്ലേ അവരോട് എടുത്ത് മറുപടി പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ചില കോളുകൾ നമ്മൾ എന്ത് ചെയ്യാറില്ല, അറ്റൻഡ് ചെയ്യാറില്ല. എന്നാൽ പോലും നമ്മളെ കയ്യിൽ വന്നാൽ പിന്നെ അത് മാത്രമല്ല, ഒരു എന്താ പറയുക, ആ ബന്ധത്തിനൊരു അവരുടെ നാവിന്ന് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കില്ല അത്. അപ്പോൾ ആ ഒരു പേടി കൊണ്ടാണ് ചിലപ്പോൾ ചില കോളുകൾ ഞങ്ങൾ എടുക്കാത്തത്. കാരണം അത്രയും ബന്ധമുള്ള ആളുകളാണ് നമുക്ക് സഹായം തന്നിട്ടുള്ള ആളുകൾ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, കൂടെ പഠിച്ചവരും നമ്മുടെ നാട്ടിലുള്ള കുറേ സുഹൃത്തുക്കളും അങ്ങനെയുള്ള പല ആളുകളുമാണ് നമ്മളെ കൂടുതലായിട്ട് സഹായിച്ചത്, ഞങ്ങൾ ഇതുവരെ ജീവിച്ചത്. അപ്പോൾ പിന്നെ ഇനി ആകെക്കൂടുള്ളൊരു അപേക്ഷ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്, ഈ ആളുകൾ പറഞ്ഞു പറ്റിക്കരുത്, ഒരിക്കലും ആരോടും ചെയ്യരുത്. അപ്പൊ എന്താ അറിയോ, നമുക്കിപ്പോ സത്യം ഏതാ കള്ള ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പൊ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല മനസ്സോട് കൂടിയിട്ട് ഒരാൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണെങ്കിലും ഞങ്ങൾക്ക് 2 മനസ്സാവും. അതെ, ഒരു പേടി ഉണ്ടാവും, ഒരു സൈഡ് പേടിയായിരിക്കും. അതെ ഞങ്ങളെ ഇതുപോലെ ഞങ്ങൾക്കൊരു അനുഭവം, 1-2 അനുഭവങ്ങൾ വന്നതുകൊണ്ട് അയ്യോ അവർ പറ്റിക്കോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, ഒരു പേടി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ഈ ഒരു എന്താ പറയുക, ചൂടുവെള്ളത്തിൽ വീണ എല്ലാ പൂച്ചകൾക്കും അവരനുഭവം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും വീണ്ടും ഞാൻ അപേക്ഷിച്ച് പറയാണ്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കണ്ട. ഇനിയിപ്പോൾ അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോണില്ല. ഞങ്ങളെ പോലുള്ളവരുടെ മനസ്സിന്റെ വേദന മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടാറുള്ളൂ. അതല്ല, നിങ്ങൾ ആ പറഞ്ഞതിൽ ഒരു 10 പൈസ അല്ലെങ്കിൽ ഒരു 10 രൂപയുടെ മിഠായി ഞങ്ങളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതൊന്നും ഇല്ല, ഇങ്ങനെ വെറുതെ വലിയ വർത്തമാനങ്ങൾ പറയുക, ലക്ഷങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ കോടികൾ ചെയ്യാം, ഞാൻ കോടീശ്വരനാണ് ആയിരിക്കും, നിങ്ങൾ കോടീശ്വരനായിരിക്കും, പക്ഷേ ഒരു 10 രൂപ പോലും ഒരാൾ കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ അങ്ങനെ നിന്നാൽ മതി. നമ്മൾ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഒരിക്കലും കുറ്റപ്പെടുത്തല്ല, നിങ്ങളുടെ സ്വഭാവം അതായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഞങ്ങളോട് ചെയ്തതുപോലെ വേറെ പാവങ്ങളോട് ആരോടും അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അത്രേ പറയുന്നത്. ഞങ്ങൾക്ക് അതിന്റെ വേദന അറിയുന്നതുകൊണ്ട് ഞങ്ങൾ പറയാം. ഇപ്പൊ ഞങ്ങളെ പോലെ ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് ആളുകളുണ്ട് ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകണം. അപ്പൊ ഞങ്ങളുടെ ആ ഒരു മനസ്ഥിതി തന്നെയാവും ചിലപ്പോൾ അവർക്കും. കാരണം എവിടെന്നെങ്കിലും ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ട് പോവാമെന്ന് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. ഒരുപാട് ഇപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്, അതല്ലാതെ മറ്റുള്ള ഒരുപാട് പേരുണ്ട്, എന്താ പറയുക, സഹായിക്കുന്നവരും മറ്റുള്ളവരെ സഹായിച്ച് രക്ഷപ്പെടുത്തുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ അവരെ കുറിച്ചല്ല വേണം, നമുക്ക് നമ്മുടെ അനുഭവമല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു 1-2 അനുഭവങ്ങളുണ്ട്. ആദ്യം ഞങ്ങളെ ഒരു പിന്നെ പള്ളിയിലച്ഛനായിരുന്നു, അത് നമ്മൾ യൂട്യൂബിലൊക്കെ വരുന്നതിന് മുമ്പുള്ളതാണ്. അത് പിന്നെ അത് ഫ്രോഡാണെന്നുള്ളത് നമുക്ക് പിന്നെ എന്താ പറയാ അറിയായിരുന്നു. എന്നാലും നമ്മളെന്താ ഒരു പ്രതീക്ഷയാണല്ലോ അങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുമ്പോഴേ നമുക്ക് ആ ഒരു പ്രതീക്ഷ വരും. അത് സത്യം. അപ്പൊ എന്താ പറയാ, സലീം കുമാർ പറയണില്ലേ, ബിരിയാണി ഉണ്ടെങ്കിലോ എന്നുള്ളത്, ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങളത്. അപ്പൊ അത് കാരണം ആര് പറഞ്ഞാലും വിശ്വസിച്ച് പോവും. എന്തായാലും ഇപ്പൊ ഇതുവരെ ഈ സമയം വരെ നമുക്ക് എന്ത് പറ്റിയിട്ടില്ല, തട്ടുകേടൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെ വിശ്വസിച്ചെങ്കിൽ പോലും തട്ടി നീങ്ങി പോയിട്ടുണ്ട്. പക്ഷെ ഇനി ഒരിക്കലും അടുത്ത വീട്ടില് മത്തി പൊരിക്കുന്നുണ്ട് അല്ലേ, കഷ്ണമീനാണ്. എന്തായാലും എന്റെ തൊണ്ടയ്ക്ക് ഇങ്ങനെ ചിക്ക് വരുന്നുണ്ട്. പിന്നെ അപ്പോൾ അത് 2 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന് നമ്മുടെ എന്താണ് റെന്റ് ഹോം. അപ്പോൾ അത്രയും
കാരണം ഞങ്ങൾ വാടകയ്ക്ക് നിന്നതുകൊണ്ട് ഇപ്പോഴും വാടകയ്ക്ക് ഞങ്ങൾ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഒരു വാടക വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ചാനൽ തുടങ്ങുന്നതും നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതും ഷോർട്സ് ക്രിയേറ്റ് ഒരു ചെയ്യുന്നതും എല്ലാം കുഞ്ഞൊരു സ്ഥലത്ത് ഒരു കുഞ്ഞു സ്ഥലത്ത് നിന്ന്. അതുകൊണ്ട് ഇതിന് ഏറ്റവും യോജിച്ച പേര് റെന്റ് Rent a ഹോം Home എന്ന് തന്നെയാണെന്നുള്ളത് അന്ന് ഞങ്ങൾ തീരുമാനിച്ചു. സത്യം അങ്ങോട്ട് പറയാലോ, ഒക്കെ പേടിയാണ് ഇപ്പോൾ. കാരണം ആരെയാണ് പറ്റിക്കുക അല്ലെങ്കിൽ ചതിക്കുക എന്നുള്ളത് ഇന്ന് നമ്മൾ ഒരിക്കലും നമ്മളെ ചതിക്കില്ല, നമ്മളെ ചേർത്ത് പിടിക്കുന്നു വിചാരിച്ചവരോട് തന്നെ നല്ല അടിപൊളി ചതി കിട്ടുമ്പോൾ പിന്നെ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അതാണ് സത്യം. അപ്പൊ എന്തായാലും പിന്നെ ഈ ഒരു 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എന്തായാലും ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫ്രണ്ട്സിനും മറ്റേ എന്താണെന്ന് പറയുക ഗ്രൂപ്പുകളിലേക്ക്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ കമന്റും ലൈക്കും നമുക്ക് വളരെ കാണുന്നുണ്ട് ആളുകൾ, പക്ഷെ ലൈക്ക് കുറവാണ്. ഞങ്ങളെ ഇഷ്ടമില്ലാത്തോണ്ടാണോ അറിയില്ല, അതങ്ങനെ കണ്ട് ആ ഒരു ഫ്ലോയിൽ പോവാണോന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ കമന്റ് പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ വരുന്നുണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതുപോലെ നമ്മളെ എന്താ പറയുക, കൂട്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ കൂട്ടാക്കുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മളെ കൂടെ കൂട്ടുക. നിങ്ങളുടെ സപ്പോർട്ടാണ്, എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫ് എന്ന് പറഞ്ഞത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെയും തൽക്കാലം ഇവിടെ പറയുന്നു. നന്ദ ബാബു ഫ്രം റെന്റ് എ ഹോം. ബൈ.